നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ബി.ജെ.പി. തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തരിച്ച ബി.ജെ.പി. നേതാവ് തിരുമല അനിലിനെ അനുസ്മരിച്ചു. തിരുമല അനിലിൻ്റെ ആത്മവിശ്വാസവും ജനസേവനവുമാണ് താനെന്നും ഓർത്തിരിക്കുക എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. തിരുമല അനിലിൻ്റെ മരണത്തിനുമേൽ രാഷ്ട്രീയം കലർത്താനുള്ള ഹീനമായ ശ്രമങ്ങൾ വിലപ്പോകില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. ലോക്സഭാ ഇലക്ഷന് മത്സരിക്കാൻ എത്തിയപ്പോഴാണ് തിരുമല അനിലിനെ ആദ്യം കാണുന്നത്. തോൽക്കുമെന്ന് പേടിയുണ്ടായിരുന്ന സീറ്റിൽ ധൈര്യത്തോടെ മത്സരിക്കാൻ തനിക്ക് ധൈര്യം കിട്ടിയത് അനിലുമായുള്ള മീറ്റിംഗിലാണ്. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ് തനിക്ക് ആദ്യം ധൈര്യം നൽകിയതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരഞ്ഞെടുപ്പിൻ്റെ അവസാന സമയത്ത് തന്നോട് അദ്ദേഹം പറഞ്ഞത് നിയമം മണ്ഡലത്തിൽ ഒരു വാർഡ് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ പിടിക്കും എന്നാണ്. ആ ആത്മവിശ്വാസമാണ് തിരുമല അനിലിൻ്റെ പ്രവർത്തനം. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ ഓർക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും രാജീവ് ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു. ബി.ജെ.പിയുടെ രാഷ്ട്രീയ ഐഡിയോളജി ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക എന്നതാണ്. ആ വീക്ഷണം ഹൃദയത്തിൽ എപ്പോഴുമുള്ള ആളായിരുന്നു അനിൽ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുക, അത് പരിഹരിക്കുക, അതിനുവേണ്ടി ജീവിതം മാറ്റിവെക്കുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിതരായ കുടുംബത്തിനും സഹപ്രവർത്തകർക്കുമൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തിരുമല അനിലിൻ്റെ മരണത്തിനുമേൽ രാഷ്ട്രീയം കലർത്താനുള്ള ഹീനമായ ശ്രമങ്ങൾ വിലപ്പോകില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. അനിലിൻ്റെ കുടുംബത്തെ ബി.ജെ.പിക്ക് എതിരാക്കാനുള്ള നീക്കങ്ങൾ ദൗർഭാഗ്യകരമാണ്. പ്രത്യയശാസ്ത്രത്തിനു വേണ്ടി വ്യക്തിപരമായി ഒന്നും ആഗ്രഹിക്കാതെ നിലകൊണ്ട അനിലിനും കുടുംബത്തിനും ഒപ്പം എല്ലാ കാലവും പാർട്ടി ഉണ്ടാകും. സൗമ്യമായ പെരുമാറ്റവും സ്നേഹത്തോടെയുള്ള ഇടപെടലും കൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പോലും സമ്മതനായ നേതാവായിരുന്നു തിരുമല അനിൽ എന്നും അദ്ദേഹം അനുസ്മരിച്ചു. ബി.ജെ.പി. തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പാപ്പനംകോട് സജി, സിമി ജ്യോതിഷ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് M.R. ഗോപൻ, കൗൺസിലർ അശോക് കുമാർ, RSS തിരുവനന്തപുരം വിഭാഗം കാര്യവാഹ് ഹനീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി. നമസ്കാരം.